നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബസ് സ്റ്റോപ്പിലേക്ക് ഓട്ടോ വല്ലതും കിട്ടുമെന്ന് നോക്കാം. നിധിയല്ലേ അത്? ഹലോ നിധി. ഞാൻ എവിടെ പോയാലും വഴിയിൽ താനും ഉണ്ടാവുമല്ലോ. ഇത് വല്ലാത്തൊരു കോയിൻസിഡൻസാ. ശിവാനിമോളെ കെട്ടാൻ പോകുന്നത് സാറല്ലേ? അശോകേട്ടൻ ഫോട്ടോ കാണിച്ചിരുന്നു. ആ അതെ, ഗൗതം. അല്ല, എന്തായി നടു റോഡിൽ ഇറങ്ങിയിരിക്കുന്നത്? കണ്ടിട്ട് മനസ്സിലായില്ല? കാറിന്റെ ബോണറ്റും തുറന്നു വെച്ച് ഞങ്ങൾ സൺബാത്തിന് നിന്നതല്ലാന്ന് വ്യക്തമല്ലേ? ഓ, കാറ് ബ്രേക്ക് ഡൗൺ ആയി സാറേ. എന്താ ചേട്ടാ ഇത്? ഒരു പെൺകുട്ടിയും കൊണ്ട് യാത്ര ചെയ്യുമ്പോ വണ്ടിയുടെ കണ്ടീഷനൊക്കെ ഉറപ്പുവരുത്തണ്ടേ? സർവീസും കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. എന്താ സംഭവിച്ചെന്ന് മനസ്സിലാകുന്നില്ല. ശരി, നിങ്ങൾ എങ്ങോട്ടാ? എന്തായാലും സാറ് പോകുന്ന വഴിക്കല്ല. അതെങ്ങനെ പറയാൻ പറ്റും? ഞാൻ എവിടേക്കാ പോകുന്നതെന്ന് നിധിക്കറിയാവോ? ഞങ്ങളുടെ പരദേവതയായ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലേക്കാണ് എന്റെ യാത്ര. കല്യാണത്തിന് മുമ്പ് ദേവിക്കൊരു താലി സമർപ്പിക്കാം. ഇത് വല്ലാത്ത അതിശയം തന്നെ. നിധി അങ്ങോട്ടാ പോകുന്നത്. ഇവരുടെ പരദേവതയും കാട്ടിൽ മേക്കതിൽ ദേവി തന്നെയാ. ഓ, രണ്ടുപേരുടെയും പരദേവത ഒന്നാണോ? അത് ഞാൻ അറിഞ്ഞില്ല. എന്റെ അമ്മ വീട്ടുകാരുടെ കുലദേവതയാ കാട്ടിൽ മേക്കതിൽ ദേവി. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഒരു വഴിക്കാണ് നമ്മുടെ യാത്രയെങ്കിൽ താൻ എന്റെ കൂടെ പോരെ? യാത്ര തീരും വരെ തന്നെ ഞാൻ സുരക്ഷിതയായി കൊണ്ടുപോവാം. നിങ്ങളോടൊപ്പമുള്ള യാത്ര ഏതൊരു പെണ്ണിനും സേഫ് ആയിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ വിധി എന്നെ ആ യാത്രയിൽ നിന്ന് ഒഴിവാക്കി. നമ്മുടെ വഴികൾ ഇനി രണ്ടാണ്. താനെന്തോന്നും മിണ്ടാത്തത്? നമ്മൾ ഒരുമിച്ച് പോവല്ലേ? എന്നോടേ ബസ്സിൽ പോവാനാ അമ്മാവും പറഞ്ഞത്. എടോ, ഈ അമ്പലം ഒരുപാട് അങ്ങ് ഉള്ളില്ല. അവിടെ വരെ ബസ്സും കാറൊന്നും ചെല്ലില്ല. ഞാൻ ബസ് ഇറങ്ങി ഓട്ടോ പിടിച്ച് പൊയ്ക്കോളാം. അത് പറ്റില്ലടോ. ഒരു കായൽ കടന്നു വേണം പോവാൻ. ഈ ബസ്സും ഓട്ടോ ഒക്കെ കയറി താൻ ജങ്കാറിൽ എത്തുമ്പോഴേക്കും ഒരുപാട് വൈകും. നടയെങ്ങാനും അടച്ചുപോയാ പ്രാർത്ഥിക്കാൻ പറ്റാതെ തിരിച്ചു പോരേണ്ടി വരും. മോളെ, ഈ സാറ് പറയുന്നതൊക്കെ ശരിയാ. ബസ്സിൽ പോയ സമയത്തിന് എത്താൻ പറ്റില്ല. നമ്മുടെ ശിവാനിമോളുടെ പയ്യനല്ലേ, ധൈര്യമായിട്ട് കൂടെ പോകരുതോ? ഇതില് വിശ്വാസത്തിന്റെ പ്രശ്നമൊന്നുമില്ല ചേട്ടാ. ശിവാനിയേക്കാൾ നന്നായി നിധിക്ക് എന്നെ അറിയാം. എന്നിട്ടും എന്റെ കൂടെ വരാൻ എന്തോ ഒരു ബ്ലോക്ക്. അതങ്ങ് പൊട്ടിപ്പോയാൽ പ്രശ്നം തീർന്നു. അല്ലേ നിധി? ഹലോ അമ്മാവ. ഹലോ, എന്തായി മോളെ? ഞാൻ ബസ് കാത്ത് നിൽക്കുക അമ്മാവ. ഇതുവരെ ഒന്നും വന്നില്ല. ഞാൻ ബസ്സിൽ കയറിയിട്ട് അമ്മാവനെ വിളിക്കാം. മോളാ ഫോണിങ്. അയ്യോ വേണ്ട. ഹലോ അശോകേട്ടാ. എന്താ രഘു, എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല അശോകേട്ടാ. ഇപ്പോ നമ്മുടെ ശിവാനിമോളുടെ പയ്യൻ ഈ വഴി വന്നു. ആ സാറിനും ഇതേ ക്ഷേത്രത്തിൽ തന്നെയാ പോകേണ്ടത്. ഗൗതമിനെ കുറിച്ച് തന്നെയല്ലേ പറയുന്നത്? അതെ ചേട്ടാ, സാർ എന്റെ കൂടെ ഉണ്ട്. അങ്കിളെ, ഞാൻ ഗൗതമാണ്. ആ മോനെ, നീ എങ്ങനെയാ ആ ക്ഷേത്രത്തിൽ? അതൊരു കോയിൻസിഡന്റ് അങ്കിളെ. എന്റെ അങ്കിളുടെയും കുലദൈവം ഒന്നാ. എന്റെ വീട്ടുകാർ പറഞ്ഞിട്ട് കല്യാണത്തിന് മുമ്പ് കുലദൈവത്തെ തൊഴാൻ പോകുന്ന വഴിക്കാ ഞാൻ നിധിയെ കണ്ടത്. ഒരുമിച്ച് പോവാന്ന് പറഞ്ഞിട്ട് നിധി കേൾക്കുന്നില്ല. ബസ്സിൽ പൊക്കോളാന്നാ നിധി നിർബന്ധം പിടിക്കുന്നത്. ഇനി അങ്കിള് പറ, നിധി ബസ്സിൽ പോണോ അത് എന്റെ കൂടെ കാറിൽ വരണോ? അത് പിന്നെ എന്റെ കൂടെ വന്നാ ഞാൻ നിധിയെ സേഫ് ആയിട്ട് തിരിച്ച് വീട്ടിലെത്തിക്കും. ബസ്സാവുമ്പോ ആ സൗകര്യം കിട്ടില്ല. ഈ നാട്ടിലെ കാറിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ബസ്സിൽ സഞ്ചരിക്കുന്നുണ്ട്. എന്താ അവരൊന്ന് സേഫായി വീട്ടിലെത്താറില്ലേ? ചിരിക്കണ്ട, എന്റെ ഫോൺ ഇങ്ങതാ. അങ്കിളെ, ഞാൻ നിധിക്ക് കൊടുക്കാം. എന്താ വേണ്ടെന്ന് അങ്കിള് തന്നെ പറഞ്ഞു കൊടുക്ക്. ഹലോ അമ്മാവാ. മോളെ,
ഗൗതം എന്തായാലും അങ്ങോട്ട് തന്നെയല്ലേ പോകുന്നത്. നീയും ഗൗതമിന്റെ കൂടെ ചെല്ല്. അയ്യോ അമ്മാവ, എതിർത്തൊന്നും പറയണ്ട. നീ ക്ഷേത്രത്തിലേക്ക് ഗൗതമിന്റെ കൂടെ പോയി തിരിച്ചു വരുന്നതാ സേഫ്. എനിക്കതാ സമാധാനം. നിങ്ങൾ പോയി പൂജ നടത്തി തിരിച്ചു വാ. നീ ഇടയ്ക്ക് വിളിച്ചാ മതി. ശരി അമ്മാവ, ഞാൻ ഗൗതം സാറിന്റെ കൂടെ തന്നെ പോവാം. ശരി. ഈ യാത്ര ദൈവനിയോഗമാണോ? ഇതോടെ എല്ലാം മാറി മറിയോ? ഈശ്വര. അപ്പൊ ഓക്കെ ഏട്ടാ, കാണാം. ശരി സർ. നിധി, കാറി കയറ്. സാറ് വിളിച്ചോണ്ടൊന്നുമല്ല, അമ്മാവൻ പറഞ്ഞോണ്ടാ ഞാൻ കൂടെ വരുന്നത്. ഓ ആയിക്കോട്ടെ, നമ്മൾ ഒരുമിച്ചൊരു യാത്ര എന്നതാണ് പ്രധാനം. വരൂ. ഒരു ലിഫ്റ്റ് തരാന്ന് വിചാരിച്ചപ്പോ താൻ എന്നെ ഡ്രൈവറാക്കാനുള്ള പരിപാടിയാണോ? അല്ല, തന്നെ ഡ്രൈവറാവുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും എന്നെ മുൻസീറ്റിലിരുത്തി താൻ പിൻസീറ്റിലിരുന്നെന്നെങ്ങാനും അമ്മാവൻ അറിഞ്ഞ് എന്തു വിചാരിക്കും? അമ്മാവനൊന്നും വിചാരിക്കില്ല. ആ, എന്നാലും ഞാൻ ഫ്രണ്ടിൽ ഇരുന്നോളാം. പക്ഷെ ആവശ്യമില്ലാതെ എന്നെ നോക്കരുത്. നേരെ നോക്കി വണ്ടി ഓടിക്കണം. ഓ ശരി, ഉത്തരവ്. കേറ്. ഈ യാത്രയിൽ ശിവാനി കസിനാണെന്ന കാര്യം ഞാൻ എന്തിനാ മറച്ചതെന്നറിയാൻ ഇദ്ദേഹം ശ്രമിക്കും. എന്റെ മനസ്സ് പിടിവിട്ടു പോവാതിരിക്കാൻ ഞാൻ ഇത്തിരി ഗൗരവവും ദേഷ്യവും നടിക്കണം. നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? അല്ല, ബെൽറ്റ്, സീറ്റ് ബെൽറ്റ്. സീറ്റ് ബെൽറ്റ് ഇടണം. ഓ, അതങ്ങ് പറഞ്ഞാ പോരെ? അല്ല, ആ അതിത്തിരി പ്രോബ്ലാ. അതുകൊണ്ടാ ഞാൻ ഇട്ട് തരാന്ന് പറഞ്ഞ. എന്നാ പിന്നെ അതങ്ങ് വാ തുറന്ന് പറഞ്ഞൂടെ? എടുത്തോ. എനിക്ക് ടെൻഷനുണ്ടോ? എന്തിന്? അല്ല, നെർവസ് ആവുന്നുണ്ടോന്നൊരു സംശയം, അതാ ചോദിച്ചത്. എനിക്കൊരു പ്രോബ്ലം ഇല്ല. നിങ്ങൾ ഇത്രയും ദൂരം മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുമെന്നുള്ള പേടി മാത്രമേ ഉള്ളൂ. ആ പേടി വേണ്ട മോളെ. കാണാനിരിക്കുന്ന പൂരം കണ്ടു തന്നെ അറിയണം. നല്ല ദൂരമുണ്ട്, നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞൊക്കെ പൊക്കൂടെ? സംസാരിച്ചാൽ ഡ്രൈവ് ചെയ്യുന്നതിലുള്ള കോൺസെൻട്രേഷൻ പോവും. നേരെ നോക്കി വണ്ടി ഓടിക്കും.